എല്ലാ മാച്ചിലും കണ്ടിന്യൂസ് ആയിട്ട് ഫോം ആകാൻ സഞ്ജു ഒരു അമാനുഷികനല്ല. ഒരുവിധം എല്ലാ മാച്ചിലും ഫോം ആയിട്ടുള്ളത് ഒരേ താരം മാത്രമാണ്, അത് സച്ചിൻ മാത്രമാണ്. സഞ്ജുവിന് സ്ഥിരതയുണ്ട്. അതിൻ്റെ പ്രൂഫാണ് സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. T20 ക്രിക്കറ്റിലും ഏകദിനത്തിലും മികച്ച കളി കാഴ്ചവെച്ചതുകൊണ്ടാണ് സഞ്ജുവിന് സ്ട്രൈക്ക് റേറ്റ് ഉള്ളത്. ഇഷാനോ, ഋഷഭ് പന്തിനടക്കം സഞ്ജുവിനേക്കാൾ താഴെയാണ് സ്ട്രൈക്ക് റേറ്റ്. സഞ്ജു കിട്ടിയ അവസരം മുതലാക്കിയില്ലെന്ന് ഒരുപാട് പേര് പറഞ്ഞു. സഞ്ജു തൻ്റെ കഴിവ് ഇന്ത്യൻ ടീമിൽ ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. എല്ലാ മാച്ചിലും ഇനി അത് തെളിയിക്കേണ്ട ആവശ്യമില്ല. ഇഷാനൊക്കെ എല്ലാ മാച്ചിലും ഫോം ആകുന്നില്ല. സഞ്ജു മാത്രം എല്ലാ മാച്ചിലും ഫോം ആകണം, ഇല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനമില്ല. സഞ്ജു കഴിഞ്ഞ വർഷം ഏകദിനത്തിൽ സ്ഥിരതയോടെ ബാറ്റ് വീശി. എന്നിട്ടിപ്പോൾ സഞ്ജുവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ കാണാം. സഞ്ജു ഏകദിന സ്ക്വാഡിൽ പോലുമില്ല. അപ്പോൾ അതല്ല BCCIയുടെ വിഷയം. അവർക്ക് ആവശ്യമുള്ള താരങ്ങളെ അവർ വളർത്തിക്കൊണ്ടുവരും. അല്ലാത്തവരിനി സെഞ്ചുറി അടിച്ചാൽ പോലും BCCIക്ക് മൈൻഡില്ല. പ്രത്യേകിച്ച് കേരളക്കാരുടെ BCCIക്ക് വലിയ മതിപ്പില്ല. മുൻപ് മലയാളി താരമായ കരുൺ നായർ ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. പിന്നീട് താരത്തെ ടീമിലേക്ക് പോലും വിളിച്ചിട്ടില്ല. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ പ്രതിഭയല്ല കാര്യം. സഞ്ജു ഒരു പക്ഷേ വേറെ സ്റ്റേറ്റിലാണ് ജനിച്ചതെങ്കിൽ സഞ്ജുവിന് ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഇന്ത്യൻ ടീമിൽ കിട്ടിയേനെ. ശ്രീശാന്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത്. കേരളത്തിൽ നിന്ന് ഒരു താരം വളർന്നു വരണമെങ്കിൽ ഒരുപാട് കടമകൾ കടക്കേണ്ടതുണ്ട്. അതെല്ലാം ഭേദിച്ച് സഞ്ജു ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് എത്തി. ഇനി മലയാളികളാണ് സഞ്ജുവിന് സപ്പോർട്ട് കൊടുക്കേണ്ടത്. ശ്രീലങ്കൻ സീരീസിൽ നിന്ന് സഞ്ജു പുറത്തായി. സഞ്ജുവിന് ചെറിയ പരിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സഞ്ജുവിനൊന്ന് പരിക്ക് പറ്റുന്നത് കാത്തു നിൽക്കുകയാണ് BCCI, താരത്തെ ഒന്ന് ടീമിൽ നിന്ന് ഒഴിവാക്കാൻ. സഞ്ജു ഇന്നാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് റൂൾ ഔട്ട് ആയത്. ശേഷം സഞ്ജു പ്രതികരിച്ചിരിക്കുകയാണ്. ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് സഞ്ജു തന്റെ പ്രതികരണം അറിയിച്ചത്. എല്ലാം നല്ലതിന് ഉടനെ തന്നെ തിരിച്ചു വരുമെന്നാണ് സഞ്ജു പറഞ്ഞത്. ഇതെല്ലാം ഒരു ആരംഭം മാത്രമാണ്, ഒന്നും അവസാനിച്ചിട്ടില്ലെന്നാണ് സഞ്ജു വ്യക്തമാക്കിയത്. സഞ്ജു എപ്പോഴും സൈലന്റ് ആയിട്ട് പ്രതികരിക്കുന്ന താരമാണ്, അല്ലാതെ മറ്റു താരങ്ങളെ പോലെ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കാറില്ല സഞ്ജു. അത്രയ്ക്കും സിമ്പിളായൊരു മനുഷ്യനാണ് സഞ്ജു. സഞ്ജുവിനെ അപ്പോൾ മലയാളികൾ സപ്പോർട്ട് കൊടുക്കണമോ വേണ്ടയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.